ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ചില ആൾക്കാർക്ക് എത്ര കൊണ്ടാലും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ആലപ്പുഴയിൽ നിന്നൊരു വാർത്ത കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടിപ്പോകും. ആലപ്പുഴയിൽ നിന്ന് ഒരു ഷബാന എന്ന് പറയുന്ന 30 വയസ്സുള്ള യുവതിയെ അവരുടെ കാമുകനായ ഏകദേശം 6 വർഷത്തോളം ഇവർ അവരെ കാമുകനാക്കി വെച്ചു എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു കുട്ടിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ യുവതിയെ അവിടെ വെച്ചിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമായ ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇത് പേര് മാറിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലവ് ജിഹാദും മറ്റു പ്രശ്നങ്ങളും എല്ലാമായിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ കാര്യം ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ ഇതൊരു മാധ്യമത്തിലും ചിലപ്പോൾ നിങ്ങൾ വാർത്ത കാണില്ല. 1-2 മാധ്യമങ്ങളിൽ മാത്രമാണ് ഈ ഒരു വാർത്ത വന്നത് എന്നുള്ളതാണ്. ആലപ്പുഴ താമരക്കുളത്ത് പറയംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഏകദേശം രാത്രി 10 മണിയോടെ ഇവരുടെ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 6 വർഷത്തോളം ഇവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ അദ്ദേഹം പറഞ്ഞത്. ഈ 10 മണിക്ക് ഷബാന ഫോൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്തേക്ക് ഇദ്ദേഹം കടന്നു വരുന്നു. അതിനുശേഷം തലക്കും അതുപോലെ തന്നെ കൈക്കും വെട്ടുന്നു. നിലവിളിച്ചിട്ട് ഷബാന അവിടെ വീഴുന്നതാണ് സംഭവം. അതിനുശേഷം നിലവിളി കേട്ടിട്ടാണ് വീട്ടുകാരെല്ലാവരും അതുപോലെ തന്നെ അയൽവാസികളടക്കം ഓടി വന്ന് നോക്കുമ്പോൾ ഈ ഷബാന എന്ന് പറയുന്ന യുവതി ഈ ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത്. പക്ഷേ ആരെയും അടുത്തൊന്നും അവിടെ കാണാനും സാധിച്ചില്ല. വീട്ടുകാരൊക്കെ ആദ്യം വിചാരിച്ചത് എന്തോ തല തല്ലി വീണതാണ് എന്നും വൈക്കലിച്ച് വീണിട്ട് തല അടിച്ചു പോയിട്ട് ബ്ലഡ് വന്നതാണ് എന്നാണ് മനസ്സിലാക്കിയത്. ബോധം കെട്ട് കിടക്കുന്ന ഷബാനയെ എല്ലാവരും കൂടിയിട്ട് അവിടെയുള്ള അടൂർ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഡോക്ടർമാർ പരിശോധിക്കുന്നു. തിരിച്ചു മറിച്ചിട്ട് പരിശോധിച്ച സമയത്ത് തലക്ക് മാത്രമല്ല കയ്യിലും വെട്ടേറ്റ പാടുകൾ കാണുന്നു, മുറിവുകൾ കാണുന്നു. തലയിലെ മുറിവുകളും പരിശോധിച്ച ശേഷം ഡോക്ടർമാരാണ് പറയുന്നത് ഇത് വീണുണ്ടായ പരിക്കല്ല, ഇത് വെട്ടുകത്തിക്കൊണ്ട് ഏറ്റ മുറിവാണ് എന്ന് പറയുന്നു. അതിനുശേഷം അവർ നൂർനാട് പോലീസിനെ വിവരമറിയിക്കുകയാണ്. പോലീസ് പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തുന്നു. അതിനുശേഷം ഇവരുടെ നമ്പർ വാങ്ങിയതിന് ശേഷം ടവർ ലൊക്കേഷൻ നോക്കിയിട്ട് ആരാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നോക്കുമ്പോൾ നിങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും ഞെട്ടിപ്പോവും. ഹരിപ്പാട് സ്വദേശിയായ ശരത് കുമാർ എന്ന് പറയുന്ന അവരുടെ മുൻ കാമുകൻ എന്ന് തന്നെ പറയണം. 6 വർഷത്തോളം സ്വകാര്യമായിട്ട് ഈ സഹോദരനുമായിട്ട് ഈ യുവതിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം അവിടെ വന്നു പോയതായിട്ട് മനസ്സിലാക്കുന്നു. അവിടെയുള്ള എല്ലാവരെയും പരിശോധിച്ച ശേഷം ആത്യന്തികമായിട്ട് ഇദ്ദേഹം തന്നെയാണ് എന്ന് പോലീസിന് തീരുമാനത്തിലെത്തിയ ശേഷം ഹരിപ്പാടുള്ള അദ്ദേഹം അവിടെ നിന്ന് തൽക്ഷണം 10 മണിക്ക് ഈ സംഭവം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് കാണാമറയത്തേക്ക് മറയുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഹരിപ്പാട് പോലീസിൻ്റെ മുന്നിലേക്കാണ്. അദ്ദേഹത്തെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സംഭവം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് കിളി പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും ഈ ഷബാന എന്ന് പറയുന്ന 30 വയസ്സുള്ള ഈ മുസ്ലിം സഹോദരിയുമായിട്ട് 6 വർഷത്തോളം പ്രണയത്തിലാണ്, സ്നേഹത്തിലാണ്, ബന്ധത്തിലായിരുന്നു. അതിനുശേഷം മറ്റൊരാളിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്നാണ് ഹരിപ്പാടുകാരനായ നമ്മുടെ ശരത് കുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ഈ യുവതിയെ കൂടി നമ്മൾ പറയണം. കാരണം ഇത്രമാത്രം ആ സഹോദരനുമായിട്ട് വേണ്ടാത്ത എല്ലാ ചേരിലും പോയതിനു ശേഷം പെട്ടെന്ന് മാറുമ്പോൾ അദ്ദേഹത്തിനും സഹിക്കാൻ വേണ്ടി സാധിച്ചു കാണില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത്. നമ്മൾ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ല. എത്ര കൊണ്ടാലും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ആത്യന്തികമായിട്ട് ഇത്തരത്തിൽപ്പെട്ട പ്രേമവിവാഹങ്ങളും ഒളിച്ചോട്ടങ്ങളും ഇത്തരം സ്വകാര്യ ബന്ധങ്ങളും തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് ഞാൻ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാശത്തിലേക്ക് മാത്രമേ അത് എത്തുകയുള്ളൂ. ഇന്ന് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും നാളെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും എന്നെങ്കിലും ഒരു ദിവസം ഇതെല്ലാം മറന്നേക്ക് പുറത്തു വരും. അത് തന്നെയാണ്, അത് പടച്ചവൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു നിയമമാണ്. ഈ കർമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാട്ടിയാലും തീർച്ചയായിട്ടും ഈ ലോകത്ത് നിന്ന് നിങ്ങൾ വിട പറഞ്ഞു പോകുന്നതിൻ്റെ മുന്നേ തന്നെ ആ ബാലൻസ് ഷീറ്റ് പടച്ച റബ്ബ് തീർച്ചയായിട്ടും ക്ലോസ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളെ ഈ ഭൂലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് വിടുകയുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടുവന്നത്. ഞാൻ പറയുന്നുണ്ട്, ഇത്തരത്തിൽപ്പെട്ട ഈ വാർത്തകളെല്ലാം നമ്മൾ കണ്ടുവരുന്നത് എവിടെയാണ്? ഒന്നുകിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലായിരിക്കാം, അതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വാടക ലോഡ്ജിലായിരിക്കാം, അതും അല്ലെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും വീണ് മരിച്ച നിലയിൽ, വെള്ളത്തിൽ വീണ് മരിച്ച നിലയിലൊക്കെ നമ്മൾ കാണാറുള്ളൂ. ഏതായാലും ഇത് അത്തരത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വീട്ടിലായതുകൊണ്ട് അവിടെ നിന്ന് താൽക്കാലികമായിട്ട് ഈ സഹോദരി ബോധം കെട്ട രീതിയിലാണ് ഹോസ്പിറ്റലിലെത്തിയത്. അതിനുശേഷം അവിടെ നിന്നും ഇപ്പോഴും ബോധം വരാത്തത് കൊണ്ട് അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ സഹോദരിമാർ കാണണം. അതിനാണ് ഞാൻ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു വാർത്തയൊക്കെ മുക്കുകയാണ്. കാരണം മറ്റുള്ളവർക്ക് ഇതൊന്നും എത്തിച്ചേരാൻ വേണ്ടി പാടില്ല, ഇതാരും അറിയാൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് തരംതിരിച്ചാണ് സംഭവമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലവ് ജിഹാദായി, പ്രശ്നങ്ങളായി, മറ്റു കാര്യങ്ങളായി
നമ്മുടെ ഓൺലൈൻ നമ്മളെ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ രാത്രി 7 മണിക്കുള്ള ചർച്ചകളിൽ അത് വലിയ വിഷയമായി തീരും. തീർച്ചയായിട്ടും ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ചിലപ്പോൾ ഈ വാർത്ത പോലും ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മാധ്യമങ്ങളിലൊന്നും വന്നില്ല. 2-3 മാധ്യമങ്ങൾ മാത്രമേ ഇത് കോട്ട് ചെയ്തിട്ടുള്ളൂ. അത്തരത്തിൽപ്പെട്ട വന്ന വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് എനിക്ക് തോന്നിയ ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾക്ക് കേൾക്കാം. രാത്രി 10 മണിയോടെയാണ് ആലപ്പുഴ താമരക്കുളം പറയംകുളത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. രാത്രി 10 മണിക്ക് ശേഷം ഈ വെട്ടേറ്റ ഷബാന, 30 വയസ്സുകാരിയായ ഷബാന തന്റെ വീട്ടുമുറ്റത്തുള്ള മരച്ചുവട്ടിൽ ഫോൺ വിളിച്ച് നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് തന്റെ ആൺസുഹൃത്തായ ശരത് കൃഷ്ണൻ അവിടേക്ക് വരികയും വെട്ടുകത്തി ഉപയോഗിച്ച് ഷബാനയുടെ തലയ്ക്കും കൈകൾക്കും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത്. പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് ഷബാന നിലത്തേക്ക് വീഴുകയായിരുന്നു. ഈ സമയത്ത് ശരത് കൃഷ്ണൻ ആക്രമിച്ച ശേഷം ഇരുട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു. ഷബാനയുടെ കുട്ടിയും അമ്മയുമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഷബാന നിലത്ത് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. പിന്നീട് അയൽവാസികളും പുറത്തേക്ക് ഇറങ്ങുകയും ഷബാനയെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. അപ്പോൾ നാട്ടുകാരും ഈ വീട്ടുകാരും ഒക്കെ കരുതിയിരുന്നത് ഷബാനയ്ക്ക് പരിക്കേറ്റത് കാൽ വഴുതി വീണതിനാലാണ്. തല പൊട്ടി രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാൽ വഴുതി വീണ് തല മുറിഞ്ഞതാകാം എന്നുള്ളതായിരുന്നു പ്രാഥമികമായി അവർ മനസ്സിലാക്കിയത്. പിന്നീട് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഷബാനയെ കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മുറിവ് പരിശോധിക്കുമ്പോഴാണ് ഇത് കാൽവഴുതി വീണ് പരിക്കേറ്റുണ്ടായ മുറിവല്ല, തലയ്ക്ക് വെട്ടേറ്റതാണ്, കൈകൾക്കും വെട്ടേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പിന്നാലെ ആശുപത്രിയിൽ നിന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. നൂർനാട് പോലീസ് അപ്പോൾ തന്നെ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഈ ഷബാനയുടെ ടവർ ലൊക്കേഷനിൽ ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിലാണ് പോലീസിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. ഒപ്പം ആ സമയത്ത് ആ ഭാഗത്തേക്ക് ആരൊക്കെ വന്നുപോയി എന്നത് സംബന്ധിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തി. അങ്ങനെയാണ് ഹരിപ്പാട് സ്വദേശിയായ ഷബാനയുടെ ആൺസുഹൃത്തായ ശരത് കൃഷ്ണനിലേക്ക് പോലീസ് എത്തപ്പെടുന്നത്. ഈ ആശുപത്രിയിൽ എത്തിച്ച സമയത്തും ഷബാന അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് ഈ പരിക്ക് ഗുരുതരമായതിനാൽ, അതായത് ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഷബാനയെ ഇന്ന് രാവിലെ മാറ്റുകയും ചെയ്തു. ഈ ശരത് കൃഷ്ണനിലേക്ക് പോലീസ് അന്വേഷണം എത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ആദ്യം അന്വേഷണം ആരംഭിച്ചു. പിന്നീട് ഈ ഭാഗത്ത് വന്നുപോയ ആളുകൾ ആരൊക്കെയായിരുന്നു എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി. അങ്ങനെയാണ് കഴിഞ്ഞ 6 വർഷമായി ഷബാനയുമായി അടുപ്പത്തിലായിരുന്ന ശരത് കൃഷ്ണനിലേക്ക് പോലീസ് എത്തപ്പെടുന്നത്. ഹരിപ്പാട്ടെ ശരത്തിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുമ്പോൾ ആ സമയത്ത് ശരത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് തന്നെ പോലീസ് ശരത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. വിശദമായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് ശരത്ത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും നൂർനാട് പോലീസ് കൃത്യമായ സമയത്ത് തന്നെയാണ് ഇതിൽ അന്വേഷണം ആരംഭിച്ചത്. വിശദമായ അന്വേഷണം ആരംഭിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ശരത്തിനെ കൃത്യസമയത്ത്, അതായത് ഈ പ്രതി ഒളിവിൽ പോകുന്നതിന് മുൻപ് തന്നെ പോലീസിന് പിടികൂടാൻ കഴിയുന്നത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചത് കൊണ്ട് തന്നെ. വിശദമായി നിങ്ങൾ സംഭവങ്ങൾ കേട്ട് കാണും. ഞാൻ പറയുന്നത് പോലെ എൻ്റെ സഹോദരിമാരോട് ഇനിയെങ്കിലും ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടുകൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ അതിനൊരു സ്റ്റോപ്പ് ഇടുക. കാരണം നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ബന്ധങ്ങൾ, ഇത്തരത്തിൽപ്പെട്ട റിലേഷനുകൾ, ഇത്തരത്തിൽപ്പെട്ട സൗഹൃദങ്ങളെല്ലാം തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ അത് എന്നെങ്കിലും നിൽക്കേണ്ട ഒരവസ്ഥ വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനൊരു സ്റ്റോപ്പ് ഇടേണ്ട സമയം തീർച്ചയായിട്ടും വരും. ഇന്നല്ലെങ്കിൽ അത് നാളെ. അത്രമാത്രമേ അതിനൊരു പ്രാധാന്യം ഉണ്ടായിരിക്കുകയുള്ളൂ. ചിലപ്പോൾ ഇന്നായിരിക്കാം, ചിലപ്പോൾ അത് നാളെ ആയിരിക്കാം. അത്രമാത്രം ഒരു ലോങ് മാത്രമേ അതിൽ കാണുകയുള്ളൂ. അത് നിർത്തേണ്ട, അത് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു സമയത്ത് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ശ്രമിച്ചാൽ ആ സമയത്താണ് ഇത്തരത്തിൽപ്പെട്ട ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ചിലപ്പോൾ വൈരാഗ്യബുദ്ധിയോടുകൂടിയ നിങ്ങളുടെ ഫോട്ടോകൾ ലീക്കാക്കുക, നിങ്ങളുടെ ചിലപ്പോൾ നഗ്ന വീഡിയോകൾ പ്രദർശിപ്പിക്കുക, പല കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കിയ പൈസ, നിങ്ങളുടെ ഭർത്താവിൻ്റെ പൈസകൾ, ചിലപ്പോൾ ഭർത്താവ് വിദേശത്താണെങ്കിൽ അദ്ദേഹം നയിച്ചുണ്ടാക്കിയ എല്ലാ പരിപാടികളും നിങ്ങൾ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതായി പോകും. അങ്ങനെയാണ് ഒരുവിധം സഹോദരികളെല്ലാം തന്നെ ജീവൻ ഒടുക്കേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ വന്നു ചേരുന്നത്. ദയവ് ചെയ്തിട്ട് ഇത്തരത്തിൽപ്പെട്ട പ്രവൃത്തിയിലേക്ക് പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ വീഡിയോകളൊക്കെ നിങ്ങൾ റിവിഷനായിട്ട് എടുത്ത് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ അത്തരത്തിൽപ്പെട്ട ബന്ധത്തിലേക്ക് പോകണോ പോകണ്ടേ. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് വീഡിയോകൾ തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു റിവിഷനായിട്ട് നിങ്ങൾ എടുക്കുക. ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽപ്പെട്ട തെറ്റുകളോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് തീർച്ചയായിട്ടും തിരിഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് ഇന്നെങ്കിലും നിങ്ങൾ തുടങ്ങുക. അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മക്കൾക്ക് ഉമ്മയില്ലാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളെ മക്കൾ യതീമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളെ ഭർത്താവ് നിങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ പല പ്രശ്നങ്ങളും
നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടിന് പോകാതിരിക്കുക. അത് തന്നെയാണ് ആത്യന്തികമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത്. ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, പക്ഷേ ആത്യന്തികമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്വകാര്യ ജീവിതമായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനമായിരിക്കും. അത് തീർച്ചയായിട്ടും ഓർത്തതിന് ശേഷം ഇത്തരത്തിൽപ്പെട്ട പരിപാടികളിലേക്ക് പോവുക. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.